വർഷം 1960-കളുടെ മധ്യം മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന ശനിവാർ വാഡ കോട്ട. 1828 നടന്ന ഒരു തീപിടുത്തത്തിനെ തുടർന്ന് ആ കോട്ടയുടെ ഭൂരിഭാഗവും കത്തി നശിക്കുന്നു. അതുകൊണ്ട് തന്നെ ആൾപ്പാർപ്പില്ലാത്ത അവസ്ഥയിൽ വർഷങ്ങളോളമായി കാടും പടലവും പിടിച്ചു കിടക്കുകയാണ് ആ കോട്ട. അങ്ങനെ ഇരിക്കെ അധികൃതരുടെ കണ്ണു വിട്ടിച്ച് ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രി ഒരു മോഷ്ടാവ് ആ കോട്ടയ്ക്കകത്തേക്ക് കടക്കുന്നു. തനിക്ക് മോഷ്ടിക്കാൻ തക്കവണ്ണത്തിൽ എന്തെങ്കിലും അമൂല്യമായ വസ്തുക്കൾ കോട്ടയ്ക്കകത്തുള്ള കൊട്ടാരത്തിൽ നിന്ന് ലഭിക്കും എന്ന ധാരണയിൽ അയാൾ ആ കൊട്ടാരത്തിനകത്ത് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അവസാനം രാജാക്കന്മാർ ഉറങ്ങാൻ ഉപയോഗിച്ചിരുന്ന ഒരു അന്തഃപുരത്തിലേക്ക് അയാൾ കടക്കുന്നു. ആളനക്കമില്ലാതെ മാറാൻ പിടിച്ച് കിടക്കുകയായിരുന്നു ആ അന്തഃപുരം. എന്നാൽ അതിനകത്ത് പ്രവേശിച്ചതിന് ശേഷം അയാൾക്ക് വല്ലാത്ത തരത്തിൽ അയാളുടെ ശരീരം തണുക്കുന്നതായിട്ട് അയാൾക്ക് അനുഭവപ്പെടുന്നു. പോരാത്തതിന് അതുവരെ അനുഭവപ്പെടാത്ത തരത്തിലുള്ള ഒരു ശ്വാസ തടസ്സവും. പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്ന് എവിടെയോ കാക്ക മാല വച്വ എന്ന ഒരു മറാത്തി ശബ്ദം അയാളുടെ ചെവിയിലേക്ക് കയറുന്നത്. തിരിഞ്ഞു നോക്കിയ അയാൾ ആ അന്തഃപുരത്തിൽ തളം കെട്ടി നിന്ന ഇരുട്ടിൽ നിന്നും സാവധാനം ഒരു ബാലകന്റെ കറുത്ത രൂപം തനിക്ക് മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് അയാൾ കാണുന്നു. ആ രൂപം സാവധാനം അന്തഃപുരത്ത് നിന്നും ഇടനാഴിയിലേക്ക് പ്രവേശിക്കുന്നു. ആ കള്ളനും അയാൾ സ്വയം അറിയാതെ തന്നെ ആ രൂപത്തെ പിന്തുടർന്ന് ആ ഇടനാഴിയിലേക്ക് കടക്കുന്നു. ശേഷം ആ ഇടനാഴിയുടെ ഇടതുവശത്തുള്ള അടഞ്ഞു കിടക്കുന്ന നിരവധി വാതിലുകൾക്ക് സമാന്തരമായി ആ രൂപം സാവധാനം മുമ്പോട്ട് നടക്കുന്നു. അങ്ങനെ അവസാനത്തെ വാതിലിന് മുമ്പിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ഇരുട്ടിലേക്ക് ആ രൂപം അപ്രത്യക്ഷമാവുന്നു. അപ്പോഴാണ് ആ മോഷ്ടാവ് തൻ്റെ സുബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അയാൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവസാനത്തെ ആ വാതിലിന് മുമ്പിൽ തളം കെട്ടി നിൽക്കുന്ന ചോരയും അതിൽ ചിതറിക്കിടക്കുന്ന മാംസ കഷ്ണങ്ങളുമാണ്. അതിന്റെ വാടകന്ധം അയാളുടെ നാസികത്തിലേക്ക് ഇരച്ചു കയറുന്നു. പെട്ടെന്ന് പേടിച്ചരണ്ട ആ മോഷ്ടാവ് ഓടാനായി തിരിഞ്ഞതും സാവധാനം അയാൾക്ക് പുറകിലുള്ള അവസാനത്തെ വാതിൽ തുറക്കുന്ന ശബ്ദം അയാളുടെ ചെവിയിലേക്ക് വരുന്നു. സ്വയം ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾ ആ വാതിലിന് നേരെ തിരിയുന്നു. ശേഷം അതിന് നേരെ സാവധാനം നടന്നടുക്കുന്നു. പെട്ടെന്നാണ് ആ വാതിൽ തുറന്ന മുറിയിൽ നിന്നും മരണവെപ്രാളത്തിന് സമാനമായ ഭീകരമായ ഒരു അലർച്ച അയാൾ കേൾക്കുന്നത്. ഉടൻ തന്നെ സ്വന്തം ജീവനെ കൊണ്ട് അയാൾ കോട്ടയ്ക്ക് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുന്നു. ഈ കഥ എന്ന് പറയുന്നത് ശനിവാർ വാഡയുമായി ബന്ധപ്പെട്ട അനേകം നിഗൂഢമായ കഥകളിൽ ഒന്ന് മാത്രമാണ്. ഇതിന്റെയൊക്കെ വേരുകൾ തേടി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പിന്നെയും 2 നൂറ്റാണ്ട് പുറകോട്ട് പോകേണ്ടി വരും. അതായത് 1773 മറാത്ത രാജ്യം ഭരിച്ചിരുന്നത് നാരായൺ റാവു പേഷ്വ എന്ന് പറയുന്ന ഒരു രാജകുമാരനായിരുന്നു. ഈ ശനിവാർ വാഡ എന്ന് പറയുന്ന ഭീമാകാരമായ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു തന്റെ വിശാലമായ സാമ്രാജ്യത്തിന്റെ ഭരണം അദ്ദേഹം നടത്തിയിരുന്നത്. അതുവരെ മഹാരാജാവായിരുന്ന തന്റെ ജ്യേഷ്ഠൻ ട്യൂബർകുലോസിസ് ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് പെട്ടെന്നാണ് 15 വയസ്സ് മാത്രമുള്ള, അതായത് ഭാര്യ പൂർണ്ണമായും വിട്ടൊഴിയാത്ത നാരായൺ റാവുവിനെ പെട്ടെന്ന് മഹാരാജാവായി പ്രഖ്യാപിച്ചത്. പറയത്തക്ക ഭരണ നൈപുണ്യതയോ അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കാനുള്ള ഒരു പ്രാപ്തിയോ എത്തിയിട്ടില്ലാത്ത നാരായൺ റാവു തന്റെ പിതൃ സഹോദരനായ ചെറിയച്ഛനായ രഘുനാഥ് റാവുവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു രാജ്യത്ത് ഭരണം നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന രാത്രി, വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് ശേഷം തന്റെ ശയനമഞ്ചത്തിൽ ഉറക്കത്തിലാണ്ട് കിടക്കുകയായിരുന്നു നാരായൺ റാവു. പെട്ടെന്നാണ് തന്റെ അന്തഃപുരം ലക്ഷ്യം വെച്ച് നടന്നെടുക്കുന്ന ഒരു അജ്ഞാത സംഘത്തിന്റെ കാലൊച്ച കേട്ട് അയാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി തന്റെ അന്തഃപുരത്തിന് കാവൽ നിന്ന കാവൽക്കാരെ അയാൾ അകത്തേക്ക് വിളിക്കുന്നു. എന്നാൽ ആരും ആ വിളി കേൾക്കുന്നില്ല. തനിക്ക് ചുറ്റും എന്തോ ഒരു ചതി നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ നാരായൺ റാവു ഒരു രഹസ്യവാതിൽ വഴി അന്തഃപുരത്തിനകത്ത് നിന്നും ഒരു നീണ്ട ഇടനാഴിയിലേക്ക് കടക്കുന്നു. ആ ഇടനാഴിയുടെ ഇടത്തെ ഭാഗം മുഴുവൻ കൊട്ടാരത്തിന്റെ പല കോണുകളിലേക്കുള്ള നിരവധി വാതിലുകളായിരുന്നു. അതിന്റെ മറുവശം നിലാവ് ചെരിഞ്ഞിറങ്ങുന്ന തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന നിരവധി ജനാലകൾ. അന്തഃപുരത്ത് നിന്നും കൊലവിളിയുമായി ആ അജ്ഞാത സംഘം തനിക്ക് നേരെ നടന്നെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയ ആ ബാലൻ ഭയചകിതനാകുന്നു. മറാത്തി ഭാഷയിൽ കാക്ക മാല വച്ചുവ, അതായത് ചെറിയച്ച എന്നെ രക്ഷിക്കൂ എന്ന് അലറി വിളിച്ചുകൊണ്ട് ആ ഇടനാഴിയിലൂടെ വാതിലുകളെല്ലാം മുട്ടി വിളിച്ചുകൊണ്ട് ആ നിസ്സഹായനായ ബാലൻ
പ്രാണരക്ഷാർത്ഥം ഓടി നടന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു വാതിലുകളും അയാൾക്ക് മുമ്പിൽ അപ്പോൾ തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിരാശനായിരിക്കെ പെട്ടെന്നാണ് അവസാനത്തെ വാതിലിന്റെ താഴ് തനിക്ക് മുമ്പിൽ തുറക്കുന്ന ശബ്ദം അയാൾ കേൾക്കുന്നത്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ മുറിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച നാരായൺ റാവുവിനെ അവിടെ വരവേറ്റത് മറാത്ത സൈന്യത്തിന്റെ ഔദ്യോഗിക ആയുധങ്ങളിൽ ഒന്നായ തൽവാർ വാളിന്റെ കൂർത്ത മുനമ്പായിരുന്നു. അത് അയാളുടെ ആമാശയത്തിലൂടെ കയറി കുടൽമാലകളെ അറുത്ത് ചോര ചീറ്റിക്കൊണ്ട് പുറത്തു വരുന്നു. ആ ഒരു നിമിഷം തന്റെ ശരീരത്തിനെ ഗ്രഹിച്ച ഒരു മരവിപ്പിൽ അയാൾ മുട്ടുകുത്തി നിലത്തേന്ന് പോകുന്നു. ആ മുറിയിൽ നിന്ന് ഉടനെ ഇറങ്ങി വന്ന 20ഓളം പേർ വരുന്ന ആ കൊലയാളി സംഘം ആ ബാലനെ വളയുന്നു. ശേഷം ഒരുപാട് തൽവാർ വാളുകൾ പല പ്രാവശ്യം തന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുമ്പോഴും തന്റെ ശരീരം പല കഷ്ണങ്ങളായി ചീന്തി എറിയപ്പെടുമ്പോഴും കാഖ മാല ബജ്വ, അതായത് ചെറിയച്ഛനെ രക്ഷിക്കുമെന്ന് അബോധാവസ്ഥയിലും വളരെ വളരെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്ന ആ ബാലൻ അറിഞ്ഞിരുന്നില്ല താൻ പിതാവിന് തുല്യം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന തന്റെ ചെറിയച്ഛനായ രഘുനാഥ് റാവു, താൻ അമ്മയെ പോലെ കണ്ടിരുന്ന രഘുനാഥ് റാവുവിന്റെ പത്നി ആനന്ദിബായി ഒരുമിച്ചാണ് തന്നെ വധിക്കാനുള്ള നിർദ്ദേശം ആ കൊലയാളി സംഘത്തിന് കൈമാറിയിരുന്ന സത്യം. ആ ഇടനാഴിയിൽ വെച്ച് പല കഷ്ണങ്ങളായി വെട്ടി നുറുക്കപ്പെട്ട നാരായൺ റാവുവിന്റെ ശരീരാഭിഷ്ടങ്ങൾ ഒരു വലിയ പെട്ടിയിലാക്കി അന്ന് രാത്രി തന്നെ കോട്ടയ്ക്ക് സമീപത്തൂടെ ഒഴുകിയെന്ന മുഠ എന്നു പേരുള്ള ഒരു നദിയിൽ അവർ കൊണ്ടുപോയി ഒഴുക്കുന്നു. ശേഷം രഘുനാഥ് റാവു സ്വപ്നം കണ്ടതുപോലെ മറാത്ത സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിൽ അയാൾ അമരുന്നു. ജനങ്ങൾ നാരായൺ റാവുവിനെയും തന്റെ അവസാന നിമിഷം ആ ബാലൻ അനുഭവിക്കേണ്ടി വന്ന കടുത്ത വേദനയെയും ഉടനെ മറക്കുന്നു. പിന്നീട് ഒരു പൂർണ്ണചന്ദ്രൻ വീണ്ടും ശനിവാർ വാട കോട്ടയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു രാത്രി. 7 നിലകളുള്ള ആ കോട്ടയുടെ വടക്കേ നിരീക്ഷണ ഗോപുരത്തിന് മുകളിൽ കാവൽ നിൽക്കുകയായിരുന്നു ഒരു ഭടൻ. പെട്ടെന്നാണ് അയാളുടെ ചെവിയിലേക്ക് കാക്ക മാല വശുവ എന്ന ആ വിളി എവിടെ നിന്ന് ഒഴുകിയെത്തുന്നത്. തിരിഞ്ഞു നോക്കിയ അയാൾ കൊട്ടാരത്തിന്റെ വടക്കേ മതിലിന് മുകളിലൂടെ ഓടി മറയുന്ന ഒരു ബാലന്റെ കറുത്ത രൂപത്തെ കാണുന്നു. അയാൾ ആ രൂപത്തെ പിന്തുടർന്ന് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. ആ രൂപത്തെ കണ്ട ഭാഗത്തേക്ക് നടക്കുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ആരും ആ കോട്ടമതിൽ മുകളിലൂടെ നടന്ന യാതൊരു ലക്ഷണങ്ങളും അയാൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ മുമ്പ് നിന്നിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടന്ന അയാൾ എന്തോ ഒരു ഒഴിവിളി കൊണ്ട് മുമ്പ് നാരായൺ റാവു ജീവന് വേണ്ടി പലരും വിളിച്ചുകൊണ്ട് നടന്ന ആ ഒരു മതിലിന് സമാന്തരമായി നിന്നിരുന്ന ഇടനാഴിയിലേക്ക് അയാൾ കണ്ണോടിക്കുന്നു. അവിടെ നിലാവിന്റെ വെളിച്ചം ചെരിഞ്ഞിറങ്ങുന്ന ഒരു ജനാലയ്ക്ക് സമീപം നിലാവിന്റെ വെട്ടത്തിൽ തന്നെ നിർജീവമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട തങ്ങളുടെ പേഷ്വയായ നാരായൺ റാവുവിന്റെ വിളറി വെളുത്ത രൂപത്തെ കണ്ട് ആ ഭടൻ അവിടെ സ്തബ്ധനായി നിൽക്കുന്നു. എന്നാൽ ഇതേ അനുഭവം കൊട്ടാരത്തിന് കാവൽ നിന്നിരുന്ന പല കാവൽക്കാർക്കും അതേ ദിവസം ഉണ്ടാവുന്നു. അതുപോലെ കൊട്ടാര അന്തേവാസികളിൽ പലരും കൊട്ടാരത്തിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഇടനാഴികളിലൂടെയും വരാന്തകളിലൂടെയും കാഖ മാല വചുവ എന്ന് ഉരുവിട്ടുകൊണ്ട് ഓടിമറയുന്ന നാരായൺ റാവുവിന്റെ ആത്മാവിനെ അല്ലെങ്കിൽ അയാളുടെ രൂപത്തെ കണ്ടതായി പിന്നീട് അനുഭവങ്ങൾ പങ്കുവച്ചു. അന്ന് മുതൽ തുടങ്ങിയതാണ് മറാത്ത സാമ്രാജ്യത്തിന്റെ അധപതനം. 1803 നടന്ന മറാത്ത ആംഗ്ലോ യുദ്ധത്തിൽ മറാത്ത സൈന്യം വളരെ ദയനീയമായി പരാജയപ്പെടുന്നു. അതുപോലെ 1828 നടന്ന ഒരു വൻ തീപിടുത്തത്തിൽ കോട്ടയുടെ ഭൂരിഭാഗവും കത്തി നശിക്കുന്നു. ഇങ്ങനെയുള്ള ദുർസംഭവങ്ങളെല്ലാം വളരെയധികം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് മരണക്രിയകളൊന്നും വേണ്ട വിധം ചെയ്യപ്പെടാതെ നദിയിലേക്ക് എറിയപ്പെട്ട ഇപ്പോൾ കോട്ടയിൽ ഗതി കിട്ടാതെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന നാരായൺ റാവുവിന്റെ ആത്മാവിന്റെ ശാപം കൊണ്ടാണെന്ന് ആ നാട്ടുകാർ വിശ്വസിച്ചു പോന്നു. ഇന്ന് ശനിവാർ വാട കോട്ട മഹാരാഷ്ട്രയിലെ ഏറ്റവും തിരക്കുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇന്നും രാത്രി 6:30-ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം 6:30-ക്ക് ശേഷം ആരെയും അധികൃതർ ആ കോട്ടയ്ക്കകത്തേക്ക് കടത്തിവിടാറില്ല. കാരണം മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ മോഷ്ടാവിനുണ്ടായ സമാനമായ അനുഭവങ്ങൾ തന്നെയാണ് രാത്രി ആ കോട്ടയ്ക്കകത്ത് തുടർന്ന് മറ്റുള്ളവരെയും കാത്തിരുന്നിരുന്നത്. ഇന്നും ആ കോട്ടയ്ക്കകത്തു നിന്നും കാഖ മാല വചുവ എന്നുള്ള നിലവിളി പല രാത്രികളിലും മുഴങ്ങി കേൾക്കുന്നതായിട്ട് ആ കൊട്ടാരത്തിന് അടുത്തുള്ള അന്തേവാസികൾ കേട്ടതായി പറയുന്നു. അതുപോലെ കോട്ടയ്ക്ക് സമീപം രാത്രി സഞ്ചരിച്ചിരുന്നവരിൽ പലരും കോട്ട മതിലിന് മുകളിലായി ഓടിമറയുന്ന ഒരു ബാലന്റെ രൂപത്തെ കണ്ടിരുന്നതായി പറയപ്പെടുന്നു.
ഈ കോട്ടയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഏറ്റവും വിഖ്യാതമായ ഒരു നിഗൂഢമായ വിശ്വാസം എന്ന് പറയുന്നത്, പൗർണമി രാവുകളിൽ കോട്ടയ്ക്ക് സമീപം നിങ്ങളുടെ ചെവി ചേർത്ത് പിടിച്ചാൽ കാക്ക മാല വച്ചുവ എന്ന് ദയനീയമായി കരയുന്ന നാരായണ റാവുവിന്റെ ആത്മാവിന്റെ രോദനം നിങ്ങൾക്ക് കേൾക്കാം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കോട്ട സന്ദർശിക്കുന്ന സഞ്ചാരികളിൽ പലരും ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അവരുടെ ചെവി സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശനിവാർ വാട കോട്ടയോട് ചേർത്ത് അടുപ്പിച്ചു വെക്കാറുണ്ട്. താങ്ക് യു.